സുഹൃത്തുക്കളെ, പനി വിട്ടു മാറിയിട്ടില്ല. ആശുപത്രിയിൽ നിന്ന് മിനിഞ്ഞാന്ന് ഡിസ്ചാർജായി. ഇപ്പോൾ വീട്ടിലാണ്, വിശ്രമത്തിലാണ്. തൊണ്ടയ്ക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കഫക്കെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശബ്ദം അത്ര ക്ലിയർ ആവില്ല. എന്തായിരുന്നാലും ഇന്നൊരാളെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നി. ഈ കോഴിക്കോട് മുതലക്കുളം മൈതാനി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ മുതലക്കുളം മൈതാനിയുടെ പ്രത്യേകത, നിങ്ങൾ കരുതും മുതലയുള്ള കുളമുണ്ട്. അങ്ങനെയല്ല, അവിടെ കുളമില്ല, മുതലയില്ല, രണ്ടുമില്ല. അതേപോലെയാണ് രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വലിയ സോഷ്യൽ ആക്ടിവിസ്റ്റ് ഉണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതാണ്. ഇനിയിപ്പോൾ അഫ്ഗാനിസ്ഥാന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ്. സാധാരണ ആൾക്കാർ അടിവസ്ത്രം അടിയിലാണ് ഉപയോഗിക്കുക. അടിവസ്ത്രം, അണ്ടർ ഗാർമെൻറ്റ്സ് എന്നുള്ള പേര് തന്നെ അതിന് വന്നത് അങ്ങനെയാണ്. ഈ അടിവസ്ത്രത്തിൻ്റെ ജെട്ടി പിന്നെ മോഷ്ടിച്ചുകൊണ്ടുപോയ മന്ത്രി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അയാളിപ്പോൾ മന്ത്രിയല്ല, MLA ആണ്. നമ്മളെ ആൻ്റണി. കേരള കോൺഗ്രസിൻ്റെ ഏത് ഗ്രൂപ്പാണെന്ന് എനിക്കറിയില്ല. അയാൾ സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ജനാധിപത്യ കേരള കോൺഗ്രസ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. ജെട്ടിയുടെ എലാസ്റ്റിക് എടുത്തിട്ട് തലയിൽ കിട്ടിയിട്ട് അത് വലിയ ബാൻഡായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു ഈ രാഹുൽ ഈശ്വരൻ. രാഹുൽ ഈശ്വരൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത, ദൈവത്തിൻ്റെ ഒരു വല്ലാത്ത സൃഷ്ടിയാണത്. എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ സൃഷ്ടികൾ എങ്ങനെ ഉണ്ടാവണമെന്നുള്ളത്. ഒരു അത്ഭുതകരമായ ക്രിയേച്ചറാണ് ഇത്. പിന്നെ എന്തിന് കൊള്ളാമെന്നുള്ളതാണ്. ഏത് വിഷയത്തിനും കടന്ന് വെറുതെ അലമ്പുണ്ടാക്കുക. ചാനൽ ചർച്ചയ്ക്കകത്ത് ഇവൻ അലമ്പുണ്ടാക്കിയ റേറ്റിംഗ് കൂടുന്ന എഴുതിയിട്ട് ചാനലുകാർ ഇവരെ വിളിക്കണം. ഈ ചാനലുകാർ ആദ്യം ഇവരെ ബഹിഷ്കരിക്കണം, ബോയ്ക്കോട്ട് ചെയ്യണം. ഇവന് സ്പേസ് കൊടുക്കരുത്. മര്യാദയ്ക്ക് മലയാളത്തിൽ വർത്തമാനം പറയാൻ അറിയാവുന്ന സംവാദങ്ങളിൽ, ആശയപരമായ സംവാദങ്ങളിൽ അർത്ഥവത്തായ രീതിയിൽ ക്രിയേറ്റീവായിട്ട് ഇടപെടാൻ കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് സാമൂഹിക മാധ്യമങ്ങളിലെ പലരുടെയും കുറിപ്പുകളും പലരുടെയും വാക്കുകളും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആൺ പെൺ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ ബോധമുള്ള, സാമൂഹിക ബോധമുള്ള, സാംസ്കാരിക ബോധമുള്ള, ചരിത്ര ബോധമുള്ള, കൃത്യമായി മലയാളം പിന്നെ ഗ്രാമാറ്റിക് ഡിസോർഡർ കൂടാതെ അവതരിപ്പിക്കാൻ കഴിയുന്ന സ്വന്തമായ ഒരു ഭാഷയും ശൈലിയുമുള്ള നൂറുകണക്കിന് മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയുമ്പം എന്തിനാണ് ഈ ചവറിനെയൊക്കെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്നാണ് എനിക്ക് ചാനലുകാരോട് ചോദിക്കാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹണി റോസിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവൻ ബോച്ചയുടെ വക്കീലായിട്ട് രംഗത്ത് വന്നിരിക്കുക. ഇവൻ എങ്ങനെയാ എല്ലാ പെണ്ണ് കേസുകൾക്കകത്തും ഒരു സമയത്ത് ദിലീപിന് വേണ്ടിയിട്ടായിരുന്നു. അവനും ഇല്ലേ ഒരു ഭാര്യ, അവനും ഒരു അമ്മയ്ക്ക് പറഞ്ഞ മകനല്ലേ. എന്ത് വൃത്തികേടുണ്ടെങ്കിലും ഇവനും PC ജോർജും ചേട്ടനും അനിയനും പോലെയായിരുന്നു. PC ജോർജ് ഇപ്പം നിർത്തി, BJP-യിലായപ്പോൾ പരിപാടി നടക്കില്ല. പണ്ടത്തെ പിന്നെ വാ പോയ കോടാലി പോലെ വായി തോന്നെല്ലാം വിളിച്ചു പറയാൻ പറ്റില്ല. മിണ്ടാണ്ട് അവിടെ ഇരുന്നോന്ന് പറഞ്ഞു. ഇനി പോകാനുള്ള ഇടമില്ല, എടുക്കാൻ ആരും തയ്യാറുമില്ല. UDF എടുക്കൂല, LDF എടുക്കൂല. ഫ്രീ ആയിട്ട് ഞാനിനി ഒന്നും എനിക്കൊരു പഞ്ചായത്ത് മെമ്പർ പോലും ആവണ്ട, ഞാൻ നിങ്ങളെ സേവിക്കാമെന്ന് പറഞ്ഞാലും വേണ്ട, നിങ്ങളെ സേവനം ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയും. കാരണം അത്രയും നല്ല പൊന്നു പോലത്തെ നാക്കാണ്. അതുകൊണ്ട് കയ്യിലിരിപ്പും സംസാരവും ഒന്നും ശരിയല്ലാത്തത് കൊണ്ട് ആർക്കും വേണ്ട. ഇനി BJP-ന്നും കൂടി പോയി കഴിഞ്ഞാൽ ഒരു പട്ടിക്കും വേണ്ടെന്ന് അർത്ഥം. അതുകൊണ്ട് ഇപ്പം മിണ്ടാണ്ടിരിക്കുക, അടങ്ങി ഒതുങ്ങിയിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ താക്കീത് അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു വകയിലെ അനിയനായിട്ട്, അനന്തരവനായിട്ടൊക്കെ വരും ഈ ചങ്ങായി, ഈ രാഹുൽ ഈശ്വരൻ. തിന്മയുടെ ഒരു വക്താവായിട്ടാണ് എല്ലാ വിഷയത്തിലും അയാൾ ഇടപെടുക. അയാൾ ഇപ്പം തന്നെ ഈ വിഷയത്തിനകത്ത് ഇടപെട്ടത്. ദിലീപിൻ്റെ കേസിനകത്ത് ദിലീപിന് വേണ്ടി ഇടപെട്ടു. ഇപ്പം ബോച്ചയുടെ ആളായിട്ടാണ് നിൽക്കണേ. കല്ല് തടയുന്നേ. ഇത് ഇത്രയേ ഉള്ളൂ, കച്ചവടമാണ്. ഒരു സമയത്ത് പ്രോ ഹിന്ദു ആക്ടിവിസ്റ്റായിട്ട് വന്നു, പിന്നീട് പ്രോ ഇസ്ലാമിക് ഗ്രൂപ്പുകളുമായിട്ട് ചേർന്ന് അവരുടെ വക്താവായി. സ്വയം വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു പുരുഷ വേശ്യ എന്നതിനപ്പുറത്തേക്ക് രാഹുൽ ഈശ്വരനെ കുറിച്ച് ഒരു അക്ഷരം കൂടുതലോ കുറച്ചോ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കണ്ടൊരു പിന്നെ കുടുംബത്തിലെ ഇളമുറ തമ്പുരാനാണ്. ശബരിമല മേൽശാന്തിമാരായിട്ട് സ്ഥിരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന കണ്ടൊരു മഹേശ്വരൻ്റെ പേരക്കുട്ടിയോ മറ്റോ ആണ്. അത് കഴിഞ്ഞിട്ട് ആ സമയത്താണ് ഇവൻ പിന്നെ ഈ രംഗത്ത് വരുന്നത്. പിന്നീട് കണ്ടൊരു കുടുംബം തന്നെ ഇവനെ തള്ളിപ്പറഞ്ഞു. ഞങ്ങൾക്ക് അവനുമായിട്ട് യാതൊരു ബന്ധമില്ല, അവൻ ഞങ്ങളെ മിസ്യൂസ് ചെയ്യുകയാണ്, ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവൻ ഒരു പിന്നെ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി സൃഷ്ടിക്കുകയാണ്, ഞങ്ങളെ ടൂളായിട്ട് യൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം വല്യപ്പൻ തന്നെ തള്ളിപ്പറഞ്ഞു. കണ്ടൊരു മഹേശ്വരൻ്റെ മകൻ കണ്ടൊരു മോഹനര് തന്ത്രിയായിരിക്കുമ്പോൾ ശോഭാ ജോൺ എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ ഹണി ട്രാപ്പ് കെണിയിൽപ്പെട്ടു. നഗ്ന ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ പൈസയ്ക്ക് ഭീഷണിപ്പെടുത്തി, പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ കേസ് വന്ന സമയത്താണ് കണ്ടൊരു കുടുംബത്തിൻ്റെ പ്രതിനിധിയായി മാധ്യമങ്ങളെ അത്യാവശ്യം വർത്തമാനം മലയാളത്തിൽ പറയാനറിയാം. ശ്രൈണ സ്വരമാണ് എന്നുണ്ടെങ്കിലും, ശ്രൈണ സ്വരമാണോ ഇനിയിപ്പോൾ ജെൻഡർ പോലും പരിശോധിക്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നത് ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഏറെക്കുറെ പിന്നെ മാനറിസങ്ങളും സംസാരവും ശബ്ദവും രീതികളും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇതേതാ ഇനത്തിൽപ്പെട്ടതെന്ന് മനസ്സിലായിട്ടില്ല. ട്രാൻസ്ജെൻഡേഴ്സിനെ കുറ്റം പറയല്ല. കാരണം എനിക്ക് നല്ല ഒരുപാട്
പിന്നെ ഭിന്നലിംഗക്കാരുമായിട്ട് വളരെ നല്ല ബന്ധമുണ്ട്. അത് അവരുടെ കുറ്റമൊന്നുമല്ല. ഓരോരുത്തരുടെ അഭിരുചികൾ, അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ, ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളൊക്കെയാണ്. അത് ഇവനുണ്ടെങ്കിൽ ഇവൻ ചികിത്സിക്കണം. ഒന്നുകിൽ ട്രാൻസ്ജെൻഡറായിട്ട് ജീവിക്കാൻ തീരുമാനിക്കണം, അല്ലെങ്കിൽ ആണായിട്ട് ജീവിക്കാൻ തീരുമാനിക്കണം, അല്ലെങ്കിൽ പെണ്ണായിട്ട് ജീവിക്കാൻ തീരുമാനിക്കണം. ഇതൊന്നും അല്ലാത്ത, മണ്ണും ചാണകവും അല്ലാത്തൊരു ജീവിതമാണ് ഇവൻ്റേത്. ഇവന് പിന്നെ ഈ ശോഭാജോന്റെ ആ സമയത്ത് ആണ് ഇവൻ പിന്നെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായത്. ഈ കണ്ടൊരു മോഹനന് അത്ര വലിയ മുതലൊന്നുമല്ല. സ്വന്തം അമ്മയെ പറ്റിച്ചവരാ. ഹൈക്കോടതിയിൽ വെച്ചിട്ടാണ് കേസ് സെറ്റിൽ ചെയ്യുന്നത്. ഏത് തന്ത്രി കുടുംബം, വിശ്വാസികൾക്കും ദൈവത്തിനും ഇടയ്ക്ക്, ശബരിമല സാഷ്ടാവിനും പിന്നെ ഈ നോമ്പെടുത്ത് പോകുന്ന വിശ്വാസികൾക്കും ഇടയ്ക്ക് മീഡിയേറ്റേഴ്സായി നിന്ന് ഒരു വർഷം കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ ആളാണ് കണ്ഠരര് മോഹനര്. സ്വന്തം അമ്മയെ പറ്റിച്ച്, അമ്മയ്ക്ക് യാത്ര ചെയ്യാനും വയ്യാഴികയൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയെ കൊണ്ട് ചെക്ക് ഒപ്പിടിച്ച് പൈസ കുറേ വലിച്ചു. അമ്മ അറിയാതെ അമ്മയുടെ കാറ് വിറ്റു. അങ്ങനെ വന്നിട്ട് അമ്മ കേസ് കൊടുത്തു. ആ കേസ് ഹൈക്കോടതിയിൽ വെച്ചിട്ട് പിന്നീട് സെറ്റിൽ ചെയ്തു. ആ സെറ്റിൽ RC മാറ്റി അമ്മയുടെ കാറിൻ്റെ. അമ്മയുടെ അനുവാദം ഇല്ലാതെ അമ്മ മോനെ വിശ്വസിച്ച് പറഞ്ഞിടത്ത് ഒപ്പിട്ട് കൊടുത്തു. ചതിക്കുക ചെയ്തത്. അവനാണ് ദൈവത്തിൻ്റെ ആളായിട്ട് നിൽക്കുന്നത്. ഏത് ഇവൻ്റെ അമ്മാവനായിട്ട് വരും ഈ രാഹുൽ ഈശ്വരൻ്റെ, കണ്ഠരര് മോഹനര്. അങ്ങനെ പിന്നെ 30 ലക്ഷം രൂപയും നൽകാനും അമ്മയുടെ സംരക്ഷണം ഏറ്റെടുക്കാനും ഇയാൾ സമ്മതിച്ചു. പിന്നെ മീഡിയേഷനകത്ത് കോടതിയിൽ, ഹൈക്കോടതിയിൽ വെച്ചിട്ട്. അങ്ങനെയാണ് ആ കേസ് ഒത്തുതീരുന്നത്. ഇതാണ് ഇവന്മാരെയൊക്കെ ചരിത്രം. ഇവന്മാരൊക്കെയാണ് ദൈവത്തിൻ്റെ വലിയ ഗുണാണ്ടന്മാരായിട്ട് നടക്കുന്നതെന്ന് അർത്ഥം. പിന്നെ ഇവൻ ചെയ്തൊരു കാര്യം, മുന്നോക്ക സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഹ്മണിക് മൈൻഡോട് കൂടിയിട്ട് മുന്നോക്ക സംരക്ഷണ സമിതി, പിന്നോക്ക സംരക്ഷണ സമിതി നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്പൂരിമാരെ ഒരുമിക്കുക എന്ന മട്ടിൽ, ബ്രാഹ്മണന്മാരെ ഒരുമിക്കുക എന്നുള്ള മട്ടിൽ സാധനം ഉണ്ടാക്കി നോക്കി. അത് ക്ലച്ച് പിടിച്ചില്ല. കാരണം ഇവൻ്റെ കയ്യിലിരിപ്പ് ബാക്കിയുള്ളവർക്കൊക്കെ അറിയാവുന്നതുകൊണ്ടും ഇവൻ ആളാവാൻ വേണ്ടിയിട്ട് ഒരു പോക്കറ്റ് സംഘടന ഉണ്ടാക്കാനുള്ള താല്പര്യം കൊണ്ടാണെന്നുള്ളത് കൊണ്ടും അത് നടന്നില്ല. BJPയിൽ എങ്ങനെയെങ്കിലും കയറിക്കൂടാൻ നോക്കി. BJPയിൽ ആളില്ലാത്ത പാർട്ടിയാണ്. BJPയിൽ എങ്ങനെയും കയറിക്കൂടാൻ നോക്കി. BJP അടുപ്പിച്ചില്ല. BJPയിൽ അല്ലെങ്കിൽ തന്നെ വിവരമില്ലാത്ത കുറേ എണ്ണം ആവശ്യത്തിലേറെ അതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു വിവരമില്ലാത്ത സാധനത്തിനെയും കൂടെ, ഒരു മാലിന്യത്തെയും കൂടെ ചുമക്കാനുള്ള ആരോഗ്യം നിലവിൽ കേരളത്തിലെ BJPക്ക് ഇല്ലാത്തത് കൊണ്ട് കഴിവുള്ളവരെ മാത്രമേ ഇവർ റിക്രൂട്ട് ചെയ്യുന്നുള്ളൂ. കഴിവില്ലാത്തവരെയൊന്നും അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. പാർട്ടിക്ക് വഴങ്ങാത്തവരെ എടുത്ത് പുറത്തേക്ക് ഇടുന്നതിന് യാതൊരു മടിയും കാണിക്കുന്നില്ല. ഭരണത്തെക്കാൾ വലുത് പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളാണെന്നുള്ള നിലപാടിൽ അവർ നിന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. സംഘടനാപരമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും ഉൾപാർട്ടി വിഷയങ്ങളും ഒക്കെ ഉണ്ട്. അതിനൊക്കെ സമീപകാലത്ത് പരിഹാരം കണ്ടെത്തുമെന്ന് വിശ്വസിക്കുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. വേണമെങ്കിൽ മതി, അല്ലാതെ ഇപ്പോൾ നമുക്ക് BJP നന്നായി കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. BJP നന്നായ BJPക്ക് കൊള്ളാം. ഇത് കഴിഞ്ഞിട്ടാണ് ഇവൻ ഏകദേശം, ഞാൻ ഇന്ന് ഗൂഗിൾ എടുത്ത് നോക്കുമ്പോൾ 12 വർഷങ്ങൾക്ക് മുമ്പ് 2013 തുടക്കത്തിൽ മലയാളി ഹൗസ് എന്ന് പറയുന്നൊരു പരിപാടി, ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഒക്കെ ഒരു പൂർവ്വരൂപം, അത് ഏത് ചാനലിലാണെന്നുള്ളത് ഞാൻ മറന്നുപോയി. മലയാളി ഹൗസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ കയറി. ഏത് ആർഷഭാരത സംസ്കാരം പിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മലയാളി ഹൗസിൽ കയറിയിട്ട് അതിൽ റോസലിൻ എന്ന് പറയുന്ന പെണ്ണുമായിട്ട് ഇവൻ കാട്ടിക്കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മലയാളി മറന്നിട്ടൊന്നുമില്ല. അവൻ്റെ ഭാര്യ വീണയും കണ്ടിട്ടുണ്ടാവും, അവളുടെ മനസ്സിലുണ്ടാവും. അവളുടെ അവതാരികയൊക്കെ ആയിരുന്നു. ഇവൻ പിന്നെ ഒരു വല്ലാത്ത അവതാരമാണ്. അപരാധം എന്നാണ് പറയേണ്ടത്. പിന്നെ അത് തെറിയായി പദമായതുകൊണ്ട് അപരാധം എന്ന് പറയാതെ അവതാരം എന്ന് പറയുന്നുള്ളൂ. വല്ലാത്ത അവതാരമാണ്. മഹാവിഷ്ണുവിൻ്റെ 11ാമത്തെ അവതാരമാണ് എന്നുള്ള ധാരണയിൽ നടക്കുകയാണ്. സ്വയം ദൈവമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവന് ഈ അവിടെ വസ്ത്രധാരണ രീതിയിൽ അവിടുത്തെ പിന്നെ കെട്ടിപ്പിടുത്തം, ആലിംഗനം, ബാക്കിയുള്ളത് ഒക്കെ ആർഷഭാരത സംസ്കാരത്തിന് അനുയോജ്യമായിരുന്നു. ഇവൻ എന്ത് ചെയ്താലും അത് ദൈവികമായ പ്രവൃത്തിയാണ്. അവൻ ചെയ്യുന്ന അതേ പണി വേറെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഭാരതീയ സംസ്കാരത്തിനും ഭാരതീയ പൈതൃകത്തിനും എതിരാണ്, ഹൈന്ദവ സംസ്കാരത്തിനെതിരാണ്, ദൈവ വിരുദ്ധതയാണ് എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞിരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നിലപാടില്ലാത്ത ഒരുത്തൻ. ഇവൻ്റെ ഈ പിന്നെ മലയാളി ഹൗസിലെ സംഭവങ്ങളെല്ലാം കൂടി ഒരു പുസ്തകമാക്കുകയാണെന്നുണ്ടെങ്കിൽ പമ്പൻ്റെ നോവൽ പോലെ ഒരു നീലക്കഥ ആയിട്ട് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് അവിടെ നിന്ന് കൂടെ ഉണ്ടായിരുന്നവർ പുറത്തു വന്നിട്ടും പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പം പിന്നെ അടുത്ത് കൊണ്ടുവന്ന സാധനം, വെള്ളിയാഴ്ച മുസ്ലിങ്ങൾക്ക് പള്ളിയിൽ പോകാം, ഞായറാഴ്ച ക്രിസ്ത്യാനികൾക്ക് പള്ളിയിൽ പോകാൻ അവധി ദിവസമാണ്, ശനിയാഴ്ച ഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ പോകാൻ അവധി പ്രഖ്യാപിക്കണം. അമ്പലത്തിൽ പോണ ഹിന്ദുക്കൾ എത്ര പേരുണ്ട്? സ്ത്രീകൾ കുറച്ച് പോകുന്നല്ലാതെ. ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ ഇങ്ങനെ പോയി കണ്ട് ഇങ്ങനെ നിൽക്കും ആൾക്കാർ. അപ്പോൾ അത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മതമാണ്. സെമിറ്റിക് മതങ്ങളെ പോലെയല്ല ഹിന്ദുമതം. ഹിന്ദുമതം എന്ന് പറയുന്നത് അതൊരു ഒരു സംസ്കാരത്തിൻ്റെ തന്നെ പേരാണ്. ഞാനും നിങ്ങളും ഒക്കെ അടിസ്ഥാനപരമായി ഹിന്ദുക്കളാണ്.
നമ്മൾ നമ്മുടെ ദൈവവിശ്വാസം അത് യേശു ക്രിസ്തു ആവട്ടെ, അള്ളാഹു ആവട്ടെ, ആരോ ആവട്ടെ, അടിസ്ഥാനപരമായി പിന്നെ ഇന്ത്യക്കാരനും പിന്നെ ഈ ബംഗ്ലാദേശിക്കും പിന്നെ നേപ്പാളിക്കും ഒക്കെ ഉള്ള സാധനം ഒരു ഹൈന്ദവത എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട്, അതാണ് നമ്മളുടെ സഹിഷ്ണുത, അതാണ് നമ്മുടെ ജനാധിപത്യ ബോധം, അതാണ് നമ്മുടെ പരസ്പര സാഹോദര്യം ഒക്കെ നിലനിർത്തുന്നത്. അതാണ് നമ്മൾ മറ്റുള്ളവരെ വിദേശികളെ ഇങ്ങോട്ട് അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ് സ്വീകരിച്ചത്. അതിഥി ദേവോ ഭവ, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ഗുരുദേവോ ഭവ എന്ന വാക്കുകളൊക്കെ ഉണ്ടായത് അതൊരു സംസ്കാരമാണ് ഹൈന്ദവത. അതിനാണ് ഇവൻ പിന്നെ പിന്നെ ഹിന്ദുക്കൾക്ക് ശനിയാഴ്ച അവധി കൊടുക്കണം എന്ന് പറഞ്ഞത്. പിന്നീട് ഇവൻ ആചാര സംരക്ഷണ സമിതി തുടങ്ങി. ഏത് പരമ്പരാഗതമായ കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ. ഇടയ്ക്ക് പുരോഗമനം പറയും, ഇടയ്ക്ക് പാരമ്പര്യം പറയും. എവിടെയാണ് നിൽക്കണമെന്നുള്ളത് കൃത്യമായിട്ട് യാതൊരു ബോധ്യമില്ലാത്ത ഒരു പരമനാറി എന്ന് പിണറായി വിജയന്റെ വാക്കുകൾ കടമെടുത്താൽ അദ്ദേഹത്തിനാണ് കടപ്പാട്. മലയാള ഭാഷയ്ക്ക് ആ വാക്ക് സംഭാവന ചെയ്ത വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തെ മനസ്സിൽ സ്തുതിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം പരമനാറി എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആരെ? പിണറായി വിജയനല്ല, ഈ രാഹുൽ ഈശ്വരനെ. അതേപോലെ തന്നെ പിന്നെ ഹിന്ദു ഐക്യവേദിയിൽ കയറി കൂടാൻ നോക്കി, ഒന്നും നടന്നില്ല. അതിൻ്റെയൊക്കെ സെൽഫ് കോർഡിനേറ്റർ ആവാൻ, ശബരിമല സമരത്തിന്റെ സ്വയം പ്രഖ്യാപിത നേതാവാകാൻ, അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ അഭ്യാസങ്ങളും കളിച്ചു. വത്സത്തില്ലെങ്കിലൊക്കെ പെരുമാറിക്കിടാന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ അവിടെ യഥാർത്ഥ വിശ്വാസികളുണ്ട്. ഇവന്റെ മാതിരി കോപ്രായം കാണിക്കാൻ വന്നവരല്ല. ജട്ടിയുടെ എലാസ്റ്റിക്കും തലയിൽ കെട്ടിയിട്ട് നടക്കുക പിന്നെ വിവരം കേട്ടവൻ. അങ്ങനെ ഉള്ള ഒരു സാധനം അവനെ ആരെങ്കിലും അംഗീകരിക്കുമോ? അവിടെ നിന്ന് ഇവൻ കോപ്രായം കാണിച്ചപ്പോൾ ഇവനെ അറസ്റ്റ് ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്ത് അപ്പോഴേക്ക് ഇവന്റെ ഭാര്യ ലൈവിൽ വന്ന് കരഞ്ഞു. ഭാര്യ പറഞ്ഞു, ഒരു പിന്നെ മനുഷ്യനെ കൊണ്ടുപോകുന്ന പോലെയല്ല കൊണ്ടുപോയത്, അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പിലല്ല കൊണ്ടുപോയത്, ട്രാക്ടറിലാണ് കൊണ്ടുപോയത്, അതും ടാർപോളിനിട്ട് മൂടിയിട്ടാണ് കൊണ്ടുപോയത് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരിയോട് എനിക്ക് പറയാനുള്ളത്, മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത് പലപ്പോഴും എല്ലാ മുനിസിപ്പാലിറ്റിയിലും എല്ലാ കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും ഒക്കെ ട്രാക്ടറിലാണ്. അതും പുറത്തേക്ക് അതിൻ്റെ ദുർഗന്ധം വല്ലാതെ വരാതിരിക്കാൻ ടാർപോളിനിട്ട് മൂടിയിട്ടാണ് കൊണ്ടുപോകുക. ഇത്ര കണ്ട് കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷത്തെ മലിനീകരിക്കുന്ന സാംസ്കാരിക ശല്യമായ ഈ മാലിന്യത്തെ കൊണ്ടുപോകുമ്പോൾ ടാർപോളിനിട്ടിട്ടല്ല, ചാക്കിന് കെട്ടിയിട്ട് ഒരു ചാക്കിനകത്ത് ഇട്ടിട്ട് ചാക്ക് മുറുക്കി കെട്ടിയിട്ട്, ഇനിയിപ്പോൾ വാഗൻ ട്രാജഡിയിൽ ചത്തുപോയാൽ കേരളം കുറച്ചുകൂടി രക്ഷപ്പെടുമായിരുന്നു. വൈകുന്നേരം ഇവൻ്റെ അന്തിചർച്ച കേൾക്കേണ്ടി വരില്ലായിരുന്നു. അങ്ങനെ കെട്ടിയിട്ട് കൊണ്ടുപോകണമായിരുന്നു. കുറേ പെർഫ്യൂമൊക്കെ അടിച്ച് കുന്തിരിക്കൊക്കെ കത്തിച്ചിട്ട് അങ്ങനെ വെച്ച് കൊണ്ടുപോകണമായിരുന്നു. കാരണം ഇത് പോയ വഴിക്കല്ല ഇവൻ്റെ നാറ്റം ഉണ്ടായിട്ടുണ്ടാവും. മൊത്തത്തിലാകെ കൂടി അവന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അധോവായു ഇടുമ്പോൾ ഉണ്ടാവുന്ന ദുർഗന്ധമാണ് അവന്റെ വർത്താനത്തിന്. അത്രയും വൃത്തികേടുകളെ പറയുള്ളൂ. പിന്നെ ഇവൻ പിന്നെ എന്താ പറയാ, മനുഷ്യന്മാരെയാണ് സാധാരണ പോലീസ് ജീപ്പിലൊക്കെ കൊണ്ടുപോവുക. ഇവരെ കൊണ്ടുപോകണ പട്ടിനെ പൂച്ചനെ കൊണ്ടുപോകണ പോലെ പോലും കൊണ്ടുപോകാനുള്ള അർഹത അവനില്ല. ഇവന് പിന്നെ നടുവിന് വേദന. പിന്നെ പോലീസിലെത്തിക്കഴിഞ്ഞ് കോടതിയിലെത്തിയപ്പോൾ നടുവിന് വിശ്രമമില്ലാന്നേ. മലയാളി ഹൗസിൽ പോയി കഴിഞ്ഞപ്പോൾ നടുവിന് വിശ്രമമില്ലായിരുന്നു. കാരണം ഈ അവന്റെ ഏർപ്പാട് മുഴുവൻ ഈ നട്ടലിനെയല്ലേ ബാധിക്കണേ. സ്പൈനൽ കോഡിന് പ്രശ്നം പറ്റിയിട്ടുണ്ടാവും. എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയി. ശരിക്കും അവനെ കൊണ്ടുപോകേണ്ടിയിരുന്ന ആശുപത്രി അവന്റെ കയ്യിലിരിപ്പ് വെച്ചിട്ട് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു അവനെ കൊണ്ടുപോകേണ്ടിയിരുന്നത്. പോലീസ് അത് ചെയ്തില്ല. ഇവനെ നടുവിന് വേദന എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള ഡോക്ടറെയൊക്കെ പോയി കാണിച്ചു. പിന്നെ ഇവൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ പ്രഖ്യാപനം നടത്തി. ഞങ്ങൾക്ക് പ്ലാൻ എ ഉണ്ടായിരുന്നു, പ്ലാൻ ബി ഉണ്ടായിരുന്നു, പ്ലാൻ സി ഉണ്ടായിരുന്നു. ചോര ചിന്താനുള്ള തീരുമാനമായിരുന്നു പ്ലാൻ സി. കോപ്പാണ്. പോലീസിനെ കണ്ടപ്പോൾ വാവിട്ട് കരഞ്ഞ് ഈ ട്രാക്ടറിനകത്ത് കരഞ്ഞുകൊണ്ട് പോയവൻ ഇവൻ എന്ത് ചോര ചിന്തെന്നാ പറയണേ, എന്ത് പ്ലാൻ സി ഉണ്ടെന്നാ പറയണേ. വെറുതെ ആൾക്കാരുടെ ആളാവാൻ വേണ്ടി കോപ്രായം കാണിക്കുന്ന ഒരു കോമാളി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നുമല്ല. ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. ആൾക്കൂട്ടത്തിനിടയിൽ അധോവായു വിട്ടിട്ടെങ്കിലും അതിന്റെ ദുർഗന്ധം കണ്ടിട്ടെങ്കിലും മറ്റുള്ളവർ തന്നെ ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, എൻ്റെ ലൈറ്റ് കെട്ടുപോയി വാതിൽ വന്ന് ശക്തി അടച്ചപ്പോൾ കാറ്റുകൊണ്ട്, ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരൽപ്പൻ, അത്ര മാത്രമേ ഉള്ളൂ രാഹുൽ ഈശ്വരൻ. അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല. ഇവന്റെ എലാസ്റ്റിക് തലയിലെ എലാസ്റ്റിക്കിന് പുറമെ പിന്നീട് പോക്കറ്റിന്റെ അവിടെ ദേശീയ പതാകയുടെ ചിഹ്നം, സിമ്പല്, ദേശീയ സ്നേഹം കൂടി പെട്ടെന്ന്. ഇതൊക്കെ ഭ്രാന്തിന്റെ ഓരോ വകഭേദങ്ങളാണ് മാനസിക രോഗത്തിന്റെ. അപ്പോൾ ഇത്തിരി വട്ടം എനിക്കുണ്ടല്ലോ, അപ്പൊ എനിക്ക് വട്ടന്മാരെ നന്നായിട്ട് തിരിച്ചറിയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ദേശീയ പതാക ഷോൾഡറിലായി. ശരിക്കും ദേശീയ പതാകയെ നിന്ദിച്ചതിന് അവനെതിരെ കേസെടുക്കേണ്ടതായിരുന്നു അക്കാലത്ത്. മാനസിക വൈകല്യമുള്ളവരാണെന്ന് എഴുതിയിട്ട് കേസ് എടുക്കാതിരുന്നതായിരിക്കും ഞാൻ കരുതുന്നത്. ഷോൾഡറിൽ കൊണ്ടുപോയിട്ടാണ് പിന്നെ ഇത് ദേശീയ പതാക ഉണ്ടാക്കി വെച്ചത്. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, പ്രോ ഇസ്ലാമിക്കായി. അവരുടെ ഭയങ്കര സ്വീകാര്യനായി. അതിനകത്ത് അവൻ വലിയ ചാമ്പ്യനായി മാറി.
കാരണം ഹിന്ദുക്കളെ കുറ്റം പറയുന്നവരൊക്കെ ഈ പ്രോ ഇസ്ലാമിക് ഗ്രൂപ്പുകൾക്ക്, ജമായത്ത്, അതേപോലെ തന്നെ സുഡാപ്പികൾ, ഇവരെല്ലാം തലയിലേറ്റി കൊണ്ടിടക്കും. സാധാരണ സുന്നി വിഭാഗത്തിൽപ്പെട്ടവരും മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ടവരും ഒന്നും അതിന് പോകാറില്ല. അവരടങ്ങി ഒതുങ്ങി അവരുടെ വിശ്വാസമായിട്ട് നിൽക്കുക, മറ്റുള്ളവരുടെ വിശ്വാസത്തെ മാനിക്കും. അവർ പിന്നെ പെരുന്നാളിന് നോമ്പ് തുറക്കുകയൊക്കെ നമ്മളെ വീട്ടിൽ ഭക്ഷണം കൊണ്ടുവന്നൊരു 27-ാം രാവിന് നമ്മൾ ക്രിസ്മസിനും ഓണത്തിനും വിളിച്ചാൽ അവർ വന്ന് ഭക്ഷണം കഴിക്കും. നമ്മൾ കേക്ക് കൊടുത്താൽ അവർ കഴിക്കും. അങ്ങനെയൊക്കെ പിന്നെ അല്ലാതെ ഓണത്തിന് സദ്യ കഴിച്ചാൽ നരകത്ത് പോകും, ക്രിസ്മസിൻ്റെ കേക്ക് കഴിച്ചാൽ നരകത്ത് പോകും, വീടിൻ്റെ മുമ്പിൽ പിന്നെ ക്രിസ്മസ് നക്ഷത്രം തൂക്കിയിട്ടാൽ നരകത്ത് പോകും എന്നൊക്കെ പറയണ വിവരമില്ലാത്ത മൊയ്ലിയാന്മാർ പറയണ കേട്ട് നിൽക്കുന്ന ആൾക്കാരല്ല അവർ. എൻ്റെ നാട്ടിലൊന്നും ഉള്ളവരൊന്നും, ഞാൻ അങ്ങനത്തെ മുസ്ലിങ്ങളെ അങ്ങനെ എൻ്റെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല. അവരൊക്കെ എല്ലാത്തിനും സഹകരിക്കാറുണ്ട്. ദുഃഖ വെള്ളിയാഴ്ച കുരിശിൻ്റെ വടിയെ പോകുമ്പോൾ വെള്ളം കൊടുക്കാറുണ്ട് അവർക്ക്. ഒരുപാട് കിലോമീറ്ററുകൾ കുരിശും പിടിച്ച് നടക്കുകയല്ലേ ആൾക്കാർ, ക്രിസ്ത്യാനികൾ. അപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാറുണ്ട് അവിടുത്തെ മഹല്ല് കമ്മിറ്റി. നബിദിന റാലിക്ക് അവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടി ചേർന്നിട്ട് അവർക്ക് വെള്ളം കൊടുക്കാറുണ്ട് നബിദിന റാലി പങ്കെടുക്കുന്ന കുട്ടികൾക്ക്. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു നാട്ടിലാണ് ഈ ചില വിവരം കെട്ട മൊയ്ലിയാന്മാർ വൃത്തികൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അവരുടെ താത്വികാചാര്യനായി, അവരുടെ മൊല്ലാക്കിയായി പിന്നീട് ഇവൻ. ഇതും കഴിഞ്ഞിട്ട് പിന്നീട് ഇവൻ്റെ ഇതെന്തായിരുന്നു, ഇവൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ജെൻഡർ ഈക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ തരത്തിലുള്ള വസ്ത്രം ധരിക്കാം, പാൻറ്റും ഷർട്ടും ഇടാം എന്ന നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ അതിനെതിരായി. പുരോഗമനവാദം ഒരു വശത്ത് പറയും, തനി പിന്തിരിപ്പനായ യാഥാസ്ഥിതികമായ ആശയങ്ങളും മറുവശത്ത് പിന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഇവൻ്റെ സവിശേഷത. എന്നിട്ട് ഇവൻ ആഷ്മിയോട് ചോദിക്കുകയാണ്, ആഷ്മി അന്ന് 24 ന്യൂസിലല്ല മാതൃഭൂമി ന്യൂസിലാണെന്ന് തോന്നുന്നു, ആഷ്മിയോട് ചോദിക്കുകയാണ്, ആഷ്മി അങ്ങനെ ആണും പെണ്ണും ഒരേപോലെ നടക്കണമെന്നുണ്ടെങ്കിൽ ആഷ്മി എന്തിനാ താടി വെച്ചിരിക്കുന്നത്, മീശ വെച്ചിരിക്കുന്നത്? ആഷ്മി ആ താടിയും മീശയും വടിച്ചു കളയണം. ഇവന് മീശയും താടി ഉണ്ടായില്ല, ഇവന് ഹോർമോൺ പ്രോബ്ലം ഉണ്ട്, ഇവന് ജെൻഡർ ഐഡന്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് ആഷ്മിക്ക് അതില്ലാത്തതുകൊണ്ട് ആഷ്മി ഇത് വെക്കണതിന് എന്താ കുഴപ്പം? അല്ലെങ്കിൽ ഈ മീശയും താടിയും വെക്കുന്നതും പിന്നെ ജെൻഡർ ഈക്വാലിറ്റി ഡ്രസ്സിനകത്ത് കൊണ്ടുവരുന്നതും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ലോജിക്ക് വേണ്ട കാര്യം പറയുമ്പോൾ യുക്തിഭദ്രത വേണ്ടേ? യുക്തി എന്ന് പറയുന്നത് അടുത്തുകൂടി പോയിട്ടില്ല. ബുദ്ധി ഉണ്ടെങ്കിലല്ലേ യുക്തി ഉണ്ടാവുള്ളൂ. കുരുട്ടുബുദ്ധി മാത്രമേ ഉള്ളൂ ആളാവണം എന്നുള്ള ചിന്ത. പിന്നെ ഒരു ചാനൽ ചർച്ചയ്ക്കകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ കൂടി തുള്ളിച്ചാടി ഇങ്ങനെ വിരലെടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കും. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കേട്ടാൽ തോന്നും സ്പേസിലെ എന്തോ കാര്യം പറയാനാണ്, അല്ലെങ്കിൽ പിന്നെ റഷ്യൻ ഉക്രൈൻ വാറിനെ കുറിച്ച് സംസാരിക്കാനാണ്, അതല്ലെങ്കിൽ ഇന്ത്യയിലെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ്, എന്തോ വലിയ മഹത്തായ കാര്യം പറയാനാണെന്ന് തോന്നിപ്പോവും. അങ്ങനെയാണ് ഈ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. എന്തിനു? വെറുതെ വിവരക്കേട് വിളിച്ച് പറയാനാണെന്നേ. വെറുതെ ഒച്ചയും പിടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, ശബ്ദത്തിൻ്റെ വിപരീത പദം പിന്നെ നിശബ്ദതയല്ല ബഹളമാണ്. കാരണം നിശബ്ദതയിൽ നമുക്ക് പലതും മനസ്സിലാവും, ശബ്ദത്തിലും നമുക്ക് പലതും മനസ്സിലാവും, ശബ്ദത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും. നിശബ്ദതയിൽ നമുക്കൊരു ഏകാഗ്രതയിൽ പലതും നമുക്ക് ആശയപരമായിട്ട് കിട്ടും. ശബ്ദത്തിൻ്റെ എതിര് ബഹളമാണ് വിപരീത പദം. ബഹളത്തിൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ഇവൻ ബഹളം ഉണ്ടാക്കല, ശബ്ദമല്ല, നിശബ്ദതയില്ല, ഒന്നുമില്ല, ബഹളം ഉണ്ടാക്കൽ മാത്രമാണ് ഇവന്റെ പരിപാടി. അതേപോലെ തന്നെ ഇവൻ ഭാവനയുടെ വിഷയത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വക്കീലിനെ പോലെയാണ് ഇതിന് ഇവർ വേണ്ടിയിട്ട് ഇടപെട്ടിട്ടുള്ളത് ഓരോ കാര്യത്തിലും. ഇവനെക്കുറിച്ച് ഞാൻ ഗൂഗിളിൽ നിന്ന് കഴിഞ്ഞ ദിവസം സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആകെ അന്തം വിട്ടുപോയത്. തല പെരുത്തു പോയി, ഗൂഗിളിലുള്ള വിശ്വാസം പോയി. സോഷ്യൽ ആക്ടിവിസ്റ്റ്, എന്ത് സോഷ്യൽ ആക്ടിവിസം ഇവൻ ചെയ്യുന്നത്? ആന്റി സോഷ്യൽ എലമെന്റ് അല്ലേ? സോഷ്യൽ ആനിമൽ എന്ന് മനുഷ്യനെ കുറിച്ച് പറയാറുണ്ട്. സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തി? ഇതാണോ സോഷ്യൽ ആക്ടിവിസം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് എല്ലാവരും അവനവൻ്റെ ചട്ടി കീറിയിട്ട് അതിൻ്റെ എലാസ്റ്റിക് എടുത്ത് തലയിൽ കെട്ടി നടക്കുക, വെറുതെ ഒച്ചയും വിളി ഉണ്ടാക്കിക്കൊണ്ട് നടക്കുക. പ്ലാൻ എ ഉണ്ട്, പ്ലാൻ ബി ഉണ്ട്, പ്ലാൻ സി ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുക. മലയാളി ഹൗസിൽ കയറിയിട്ട് കാണുന്ന പെമ്പിള്ളേരെ എല്ലാം കെട്ടിപ്പിടിച്ച് പിന്നെ തോന്നുന്ന പോലെ അർമാദിക്കുക. അങ്ങനെയാണെങ്കിൽ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയോ? എനിക്കറിയില്ല എങ്ങനെയാണ് ഈ ഗൂഗിളിൽ ഇങ്ങനെ ഒരു സാധനം വന്നത്. ഇപ്പോൾ പൈസ കൊടുത്ത ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ് എന്നൊക്കെയാണ് പറഞ്ഞ് കാണിക്കുന്നത്. ഇവൻ സംഭവം ശരിയാണ്, ടോയ്ലറ്റ് സാഹിത്യത്തിന് വിദഗ്ധനാണ്. ഈ പൊതു കക്കൂസുകളിൽ ട്രെയിനിലെ പിന്നെ ടോയ്ലറ്റിലൊക്കെ കയറി കഴിഞ്ഞാണ്ടല്ലോ പലരും സാഹിത്യം എഴുതി വെച്ചിട്ടുണ്ട്. അത്തരം സാഹിത്യങ്ങൾ എഴുതാനേ ഇവൻ അറിയുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ഒരു ഇഞ്ച് പോകാനുള്ള കെൽപ്പ്, അതിനുള്ള ത്രെഡ്, അതിനുള്ള സ്റ്റഫ്, അതിനുള്ള മരുന്ന്, അതിനുള്ള ബുദ്ധി, അതിനുള്ള വിവേകം ഒന്നും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു നികൃഷ്ട ജീവി. അതും നമ്മുടെ മഹാനായ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താണ്. നികൃഷ്ട ജീവി എന്നുള്ള വാക്കും നേരത്തെ പരമനാരി പോലെ മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്തത് പിണറായി വിജയനാണ്. അതിനും അദ്ദേഹത്തെ
നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ആ വാക്കും ഞാൻ പ്രയോഗിക്കുകയാണ് ഇവരെതിരെ നികൃഷ്ടജീവി എന്നുള്ളത്. ഇത് എന്തൊക്കെയോ കൂടെ കാട്ടിക്കൂട്ട് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്നുള്ളതാണ്. ചിലർ പറയാമോ സന്തോഷ് പണ്ഡിറ്റ് കളിക്കുകയാണ്. സന്തോഷ് പണ്ഡിറ്റൊക്കെ എവിടെ കിടക്കണോ, ഇവൻ എവിടെ കിടക്കണോ? സന്തോഷ് പണ്ഡിറ്റിന്റെ ചെരുപ്പടിക്കാനുള്ള യോഗ്യത പോലും ഇവനില്ല. സന്തോഷ് പണ്ഡിറ്റ് ബുദ്ധിമാനാ, കോമൺ സെൻസ് ഉണ്ട്, ഐക്യു ഉണ്ട്. ഇരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ശരീരം ഇങ്ങനെ കുറച്ച് അനങ്ങുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു കോമാളിത്തരം തോന്നുന്നുണ്ടെങ്കിലും കോമാളിയൊന്നും അല്ല. ബ്രില്യൻ്റ് ആണ് സന്തോഷ് പണ്ഡിറ്റ്. സന്തോഷ് പണ്ഡിറ്റുമായിട്ടൊക്കെ ഇവനെ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റ് പോയിട്ട് ആത്മഹത്യ ചെയ്യും ഇവനെ. എന്തായിരുന്നാലും ഈ ഇവനെ ഒരു അലവലാതി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഒരു അലവലാതി, വൈകുന്നേരം ചാനൽ ചർച്ചയ്ക്കകത്തിരുന്ന് കണകുണ പറയുന്ന ഒരു അലവലാതി. ആ അലവലാതിക്ക് സ്പേസ് കൊടുക്കുന്ന കുറേ അലവലാതി ചാനലുകളും ഉണ്ട്. എന്തായിരുന്നാലും ഇപ്പോൾ അവൻ ഈ ഹണി റോസിന്റെ വിഷയത്തിൽ എടുത്തിട്ടുള്ള അവന്റെ സമീപനത്തിനെതിരെ ശരിക്കും പറഞ്ഞാൽ ഹണി റോസ് അവനെതിരെയും നിയമ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇത്തരക്കാരെല്ലാം കൂട്ടിക്കെട്ടണം. കാരണം ഒരു മനസാക്ഷി ഇല്ലാതെ അവനുണ്ട് ഭാര്യയും അമ്മയും ഇതൊക്കെ ഇല്ലേ. ഇവൻ ആളാവാൻ വേണ്ടി എന്തെങ്കിലും തോന്നിയാസം പറയുന്നതിന് കൂട്ടു നിൽക്കരുത് എന്നും അവനെ പോലെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് ചാനൽ പ്രവർത്തകരോടും അവന്റെ വീഡിയോസ് പരമാവധി ഞാനെന്താ ഇന്ന് ഇതിങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി കണ്ട് അവന് റീച്ച് ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരോടും സ്നേഹപൂർവ്വം വിനയത്തോടു കൂടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്.